പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ നന്നായിരിക്കുന്നുണ്ടല്ലേ? ഈ സ്ഥലം സൗത്ത് അമേരിക്കയിലെ ബ്രസീൽ എന്ന നാട്ടിലുള്ള ഒരു കടൽ തീരമാണ്. നല്ല ഭംഗിയുണ്ട്. ചുറ്റും മലകൾ, അതിൽ മുഴുവൻ വീടുകളുമുണ്ട്. ഇത് അറ്റ്ലാന്റിക് ഓഷനാണ്. അതിന്റെ അതിർത്തി വരെ ഇത് പരന്നിരിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രം. നല്ല ഭംഗിയുണ്ട്. കാഴ്ചയ്ക്ക് മനോഹരമായ കടൽ തീരം. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായി കാണപ്പെടുന്നു. ഈ നാട്ടിലും ദൈവം ഒരു ഉണർവുണ്ടാകുമെന്ന് അരുളിയിരിക്കുന്നു. അനേകം ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് യേശുവിനെ ആരാധിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ഒരു കത്തോലിക്ക രാജ്യമാണ്. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട് ആത്മീകതയോടെ ഇരിക്കുന്ന ജനങ്ങൾ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം പകുതിയിൽ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നതായി കണക്കുകൾ പറയുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാനതറിയുന്നു. ഇവിടെ 21 കോടി ജനങ്ങൾ വസിക്കുന്നുണ്ട്. ഈ 21 കോടിയിൽ മിക്കവാറും ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് അഭിഷേകിക്കപ്പെട്ട് കർത്താവിനായി ഒരുങ്ങിയിരിക്കുന്നു. ഈ നാടിനെ മുഴുവൻ ദൈവം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ പ്രഭ ഈ നാട്ടിൽ വ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ദൈവം ഒരു കാര്യം പറയുന്നു. അതെന്താണെന്നറിയാമോ? മത്തായി 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങളോടാണ് പറയുന്നത്, എന്റെ മകനെ, നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്റെ മകളെ, നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ ലോകത്തിൽ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. പാപമെന്ന ഇരുട്ട്, ശാപമെന്ന ഇരുട്ട്, പിശാചെന്ന ഇരുട്ട്. പല വിധത്തിലുള്ള ഇരുട്ടുകളും ദോഷങ്ങളും നിറഞ്ഞ ലോകമാണിത്. അന്ധകാരത്തിന്റെ കാര്യങ്ങൾ ആത്മീക സ്ഥിതിയിൽ ഇരുട്ട് പരന്നിരിക്കുന്നതായി കാണുന്നു. ഈ ഇരുട്ട് മാറണം എന്നുണ്ടെങ്കിൽ വെളിച്ചം പ്രകാശിക്കണം. ഞാൻ ചെറിയ പയ്യനായിരുന്നപ്പോൾ നാലുമാവടിയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ, അതായത് അന്നൊക്കെ കറന്റ് എല്ലായിടത്തും ഇല്ലായിരുന്നു. ലൈറ്റ് ഇട്ടാൽ പോലും അത് ശരിക്കും അങ്ങ് കത്താറില്ല. എപ്പോഴും കറന്റ് കട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യാറ്? പല വിളക്കുകൾ ഉണ്ടായിരുന്നു. മണ്ണെണ്ണ വിളക്കും ഹരിക്കൽ ലാമ്പും ഉണ്ടായിരുന്നു. ഇരുട്ടായാൽ ഉടനെ ഞങ്ങളുടെ വീട്ടിൽ ലൈറ്റ്, അതായത് ഒരു വിളക്ക് കത്തിച്ചു വെക്കും. അപ്പോൾ ഏത് മുറിയിൽ ചെന്നാലും അവിടെ ഇരുട്ടായിരിക്കുമല്ലോ. ആ വിളക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ മുറിയിലേക്ക് കടക്കാറ്. അപ്പോൾ അവിടെയുള്ള ഇരുട്ട് ആ വെളിച്ചം കടന്നാലുടൻ അവിടെ നിന്ന് മാറും. ആ വിളക്കും വെളിച്ചവും പുറത്തു കൊണ്ടുവന്നാൽ ഉടനെ അവിടെ വീണ്ടും ഇരുട്ടാകും. അതുകൊണ്ട് എന്തു ചെയ്യും? ഓരോ മുറിയിലും വിളക്ക് വെക്കും. അപ്പോൾ വീട് മുഴുവനും പ്രകാശമായിരിക്കും. അതായത് ഇരുട്ടില്ലാതാവാൻ എന്തു ചെയ്യണം? ഇരുട്ടേ പോ എന്ന് പറഞ്ഞാൽ പോവില്ല. അവിടേക്ക് വെളിച്ചം കൊണ്ടുവരണം. അതാണ് യേശു പറഞ്ഞത്. സാത്താനാകുന്ന ഇരുട്ട് ഈ ഭൂമിയെ പാപത്തിലും ശാപത്തിലും ജനങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ നീ പ്രകാശിച്ചാൽ യേശുവാകുന്ന വെളിച്ചത്തെ നമ്മിലേക്ക് വാങ്ങി നാം വെളിച്ചമായി പ്രകാശിക്കണം. യേശു ഈ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു. നാം രക്ഷിക്കപ്പെടുമ്പോൾ ആ വെളിച്ചം നമ്മിലേക്ക് പ്രവേശിക്കുന്നു. നാം വെളിച്ചത്തിന്റെ മക്കളാണെന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ നാം പ്രകാശിക്കണം. നമ്മുടെ ജീവിതം പ്രകാശിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും വസിക്കുന്ന ഗ്രാമത്തിലും പട്ടണത്തിലും നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും നിങ്ങളുടെ ജീവിതം പ്രകാശിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട അനേകരുടെ ജീവിതത്തിൽ ഇരുട്ട് മൂടിയിട്ടുള്ളതായി കാണപ്പെടുന്നു. സ്വാർത്ഥതയ്ക്കിടം കൊടുത്ത്, പാപത്തിനിടം കൊടുത്ത് ആ വെളിച്ചം മങ്ങി ഇരുട്ട് വ്യാപിക്കുന്നു. വിളക്കില് ഒരു ചിമ്മിനി വെക്കാറില്ലേ? അത് വെച്ചാലുടനെ അത് കരിപിടിച്ച് കറക്കുന്നതാണ്. അപ്പോൾ വെളിച്ചം പുറത്തു വരില്ല. അതിന് ദിവസവും വൈകുന്നേരം എൻ്റെ അമ്മ വെണ്ണീറുകൊണ്ട് അത് തുടച്ച ഉടനെ അപ്പോൾ കരി മുഴുവനും പോകും. അപ്പോൾ വെളിച്ചം പുറത്തേക്ക് നന്നായി കാണും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപവും തെറ്റായ ശീലങ്ങളും മറ്റുള്ളവരെ പോലെ നടക്കാനും മറ്റും നിങ്ങൾ ഇടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചം പകരാൻ കഴിയില്ല. നിങ്ങൾ ഇരുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇരുട്ടായിരുന്നാൽ അവിടെയുള്ള മറ്റുള്ളവരെയും അത് ബാധിക്കപ്പെടും. യേശു പറഞ്ഞു, നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നീ പ്രകാശിക്കണം മകനെ, മകളെ, നീ പ്രകാശിക്കണം. നിന്നിൽ മറ്റുള്ളവർ യേശുവിനെ കാണണം. യേശുവിന്റെ സ്വഭാവത്തിനെ വെളിച്ചത്തെ കൊണ്ടുവരാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങൾ സത്യമുള്ളവരും പരിശുദ്ധരും ശാന്തതയുള്ളവരും സ്നേഹമുള്ളവരും താഴ്മയുള്ളവരുമായിരിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവർ നിങ്ങളിൽ യേശുവിനെ കാണണം. നിങ്ങളുടെ ഗ്രാമത്തിലും. അങ്ങനെ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കും തോറും, എല്ലാ ക്രിസ്ത്യാനികളും ഒരുമിച്ച് പ്രകാശിക്കും തോറും സാത്താനാകുന്ന ഇരുട്ട് പൂർണ്ണമായും മാറിപ്പോകും. പിശാചിന് പ്രവർത്തിക്കാനാവില്ല. ഇരുട്ട് മൊത്തമായി അകന്നു പോകും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ഉണർന്ന് പ്രകാശിക്കുന്നവർ ആകണം. വെളിച്ചമുള്ളവരായി മാറണം. നിങ്ങൾ വെളിച്ചമുള്ളവരാണോ ഇരുട്ടുള്ളവരാണോ എന്ന് നോക്കൂ. പ്രാർത്ഥിക്കുന്നില്ല, ബൈബിള് വായിക്കുന്നില്ല, വിശുദ്ധിയെക്കുറിച്ച് ചിന്തയില്ല, എപ്പോഴും ഈ ലോകത്ത് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും ഇത് ചെയ്യണം അത് ചെയ്യണം,
എന്ന് പൊയ്ക്കൊണ്ടേയിരുന്നാൽ നമ്മുടെ ജീവിതം വെളിച്ചമായിരിക്കില്ല, ഇരുട്ടായിരിക്കും. ഈ ലോകത്തിലെ ഇരുട്ട് നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും പുറത്തു വന്ന് ദൈവമേ ഞാൻ പ്രകാശിക്കണം, യേശുവാകുന്ന വെളിച്ചം എൻ്റെ ഉള്ളിൽ കാണണം, എന്നെ കാണുന്നവർ യേശുവിനെ കാണണം. ആ സ്ഥിതിയിലേക്ക് നിങ്ങളെ സമർപ്പിച്ചാൽ നിങ്ങൾ വസിക്കുന്ന ഇടത്ത്, താമസിക്കുന്നിടത്ത്, ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ മുഖേന ഒരു പ്രകാശമുണ്ടാകും. ഒരു 10 ക്രിസ്ത്യാനികളെങ്കിലും ഉണർന്ന് പ്രകാശിച്ചാൽ അവിടെയുള്ള ഇരുട്ടെല്ലാം മാറി വലിയ ഒരു ആത്മീക മാറ്റമുണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ആത്മീക ലോകത്തിലെ വെളിച്ചമാണ്. ഈ ലോകത്ത് രാത്രി ഉണ്ടാവുന്ന ഇരുട്ടിനെ പറ്റിയല്ല പറയുന്നത്. ആത്മീകതയുള്ള ഒരു വെളിച്ചം, ആത്മീകതയുള്ള കാര്യങ്ങളിൽ ഇരുട്ട് പരന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളാണ് പ്രകാശിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തോട് പറയൂ, ദൈവമേ അങ്ങയുടെ വെളിച്ചം എനിക്ക് തരയണമേ, ഞാൻ ദിവസം തോറും അങ്ങയുടെ വെളിച്ചം നേടി അങ്ങേക്ക് വേണ്ടി പ്രകാശിക്കണമെന്ന് ദൈവത്തോട് പറയുമോ? യേശുവിനെ കാണാതെ, യേശുവിനോട് സംസാരിക്കാതെ നിങ്ങൾക്ക് പ്രകാശിക്കാൻ കഴിയില്ല. ചന്ദ്രന് സൂര്യനെ കാണാതിരുന്നാൽ പ്രകാശിക്കുവാൻ സാധിക്കില്ല. സൂര്യന്റെ വെളിച്ചം ചന്ദ്രനിൽ പതിഞ്ഞാണത് പ്രകാശിക്കുന്നത്. അപ്പോൾ സൂര്യനെ കാണാതിരുന്നാൽ അതിന് വെളിച്ചം തരാൻ സാധിക്കില്ല. യേശുവിനെ കാണാതിരുന്നാൽ നിങ്ങൾക്ക് വെളിച്ചമായി ജീവിക്കാൻ സാധിക്കില്ല. ദിവസവും യേശുവിനെ കാണണം, യേശുവിനോട് സംസാരിക്കണം. യേശുവിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ വരണം. പ്രാർത്ഥിക്കാമോ? യേശുവേ, എന്നെ ഈ ലോകത്തിൽ അങ്ങ് വെളിച്ചമാക്കിയിരിക്കുന്നു. എന്നെ വിശ്വസിച്ച് എന്നെ വെളിച്ചത്തിന്റെ പൈതലാക്കിയിരിക്കുന്നു. ഞാൻ പ്രകാശിക്കണം. അങ്ങയുടെ വെളിച്ചം എന്റെ ഉള്ളിൽ വരുമാറാകട്ടെ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും ഞാൻ പ്രകാശിക്കണം. ഇരുട്ടിന്റെ ശക്തികൾക്കൊരു തീരുമാനമുണ്ടാക്കണം. അതിനുള്ള കൃപ തരയണമേ. എന്നെ വെളിച്ചത്തിന്റെ മകനായും മകളായും മാറാൻ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ